മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അച്ഛൻ കുഞ്ഞു ജോൺ പന്തളം നഗരസഭാ ചെയർമാൻ. ഇടഞ്ഞു നിന്നിരുന്ന മുഴുവൻ BJP കൗൺസിലർമാരുടെയും പിന്തുണ ഉറപ്പിച്ചതോടെയാണ് ഭരണ തുടർച്ച ലഭിച്ചത്. 19 വോട്ടുകൾ അച്ഛൻ കുഞ്ഞു ജോണിന് ലഭിച്ചു. LDF-ലെ ലസിത ടീച്ചർക്ക് 9 വോട്ടുകളാണ് കിട്ടിയത്. പ്രവീൺ പുരുഷോത്തമൻ പത്തനംതിട്ടയിൽ നിന്ന് നമുക്കൊപ്പം. പ്രവീൺ പുരുഷോത്തമൻ, ഇന്നലെ വരെയൊക്കെ ഉദ്വേഗം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ഉദ്വേഗമേ ഇല്ല, ക്ലീൻ സ്വീപ്പല്ലേ നടന്നിരിക്കുന്നത്? സുജയ, പന്തളം നഗരസഭയിൽ പുതിയ നഗരസഭ അധ്യക്ഷനായി BJP-യിലെ അച്ഛൻ കുഞ്ഞു ജോൺ തെരഞ്ഞെടുക്കപ്പെട്ടു. അല്പസമയം മുമ്പാണ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. 18 അംഗങ്ങളുടെ പിന്തുണയാണ് ഈ BJP-ക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ 19 വോട്ടുകൾ അച്ഛൻ കുഞ്ഞു ജോൺ ലഭിച്ചു. അതായത് ഒരു സ്വതന്ത്രന്റെ പിന്തുണ കൂടി ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. പന്തളത്ത് 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ രീതിയിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണത്തെ അട്ടിമറിക്കാൻ ആദ്യ ദിവസം മുതൽ ഇന്ത്യ സഖ്യം ശ്രമിച്ചു വരികയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ അവരുടെ ശ്രമമായിരുന്നു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് നഗരസഭാ ഭരണത്തെ അട്ടിമറിക്കുക എന്നുള്ളത്. കഴിഞ്ഞ 4 വർഷക്കാലവും പന്തളം നഗരസഭയിൽ ഈ ഭരണസ്തംഭനം ഉണ്ടാക്കാനും നഗരസഭാ ഭരണം നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനുള്ള വലിയൊരു ശ്രമം ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ആ ശ്രമങ്ങളെയെല്ലാം പരാജയപ്പെടുത്തിയിട്ടാണ് 4 വർഷക്കാലവും നഗരസഭാ ഭരണം പന്തളത്തിലെ ജനങ്ങൾക്ക് നിരവധി വികസന പ്രവർത്തനങ്ങൾ സമ്മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. ഇന്ന് അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് നടന്ന നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ 18 അംഗങ്ങളും എല്ലാ ദുഷ്പ്രചരണങ്ങളെയും അപ്രസക്തമാക്കിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ 18 അംഗങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് ചെയർമാൻ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയെന്ന് മാത്രമല്ല, പന്തളത്തിലെ ജനങ്ങളുടെ വികാരം, ഇന്ത്യ സഖ്യത്തിനെതിരായിട്ടുള്ള വികാരം കൂടി ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരിക്കുക. പന്തളത്ത് സ്വതന്ത്രാംഗമായിട്ട് ജയിച്ച നഗരസഭാ കൗൺസിലർ അടക്കം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 18 അല്ല 19 വോട്ട് നേടിക്കൊണ്ടാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. അതുമാത്രമല്ല, UDF-ന് മത്സരിക്കാൻ പോലും സാധിക്കാത്ത സ്ഥിതിവിശേഷം ഉണ്ടായത്. UDF-ന്റെ ചെയർമാൻ സ്ഥാനാർത്ഥി അല്ലാതെ മറ്റാരും പോലും ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹാളിനകത്ത് ഉണ്ടാവാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ സഖ്യത്തിന് നൽകുന്ന മുന്നറിയിപ്പ്, കേരളത്തിലെ ഇന്ത്യ സഖ്യം ഇത്തരത്തിലുള്ള നിലപാടുകൾ തുടർന്നാൽ ഇന്ത്യ സഖ്യത്തിന് വലിയൊരു തിരിച്ചടി കേരളത്തിലെ ജനങ്ങൾ സമ്മാനിക്കുന്നുള്ള മുന്നറിയിപ്പാണ് പന്തളത്തെ ഇന്നത്തെ നടന്ന നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പ്. അതുമാത്രമല്ല, കേരളത്തിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംബന്ധിച്ചോളം ഭാരതീയ ജനതാ പാർട്ടി ഒരു ക്രിസ്മസ് സമ്മാനം അവർക്ക് നൽകിയിരിക്കുകയാണ്. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള പന്തളം നഗരസഭയിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ശ്രീ അച്ഛൻ കുഞ്ഞു ജോണിനെ ചെയർമാനാക്കിക്കൊണ്ട് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ക്രിസ്മസ് സമ്മാനമാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്നിവിടെ നൽകിയിട്ടുള്ളത്. സുജയ, BJP-യുടെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായ പ്രകടനം വളരെയധികം ശ്രദ്ധേയമാണ്. കാരണം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള അച്ഛൻ കുഞ്ഞ് ജോണിനെയാണ് BJP നഗരസഭാ അധ്യക്ഷനായി ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് ഒരു ക്രിസ്മസ് സമ്മാനം എന്നാണ് BJP-യുടെ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. 18 അംഗങ്ങളാണ് BJP-ക്ക് പന്തളം നഗരസഭയിലുള്ളത്. LDF-ന് 9 അംഗങ്ങളും UDF-ന് 5 അംഗങ്ങളും ഉണ്ടായിരുന്നു. LDF-ന്റെ 9 അംഗങ്ങളും ഈ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു. അതേസമയം കോൺഗ്രസിന്റെ 4 അംഗങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അവർ വോട്ടെടുപ്പിന് എത്തിയിരുന്നില്ല. അതേസമയം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പ്രതിനിധി UDF-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു, ഹാളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയിരുന്നില്ല. ഏതായാലും BJP-യെ സംബന്ധിച്ച്, BJP ജില്ലാ നേതൃത്വത്തെ സംബന്ധിച്ച് ഒരു വലിയ തലവേദന ഇപ്പോൾ ഒഴിവായി എന്ന് തന്നെ പറയാം. കാരണം നേരത്തെ തന്നെ BJP, അതായത് ഒരു വിശാല മുന്നണി നീക്കം പരാജയപ്പെടുകയാണ്. KV പ്രഭയെ ചെയർമാൻ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു വിശാല നീക്കം പ്രതിപക്ഷം നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടിരിക്കുന്നു, അല്ലേ പ്രവീൺ?
അതേ സുജിയ, BJP ടിക്കറ്റിൽ വിജയിച്ച KV പ്രഭയാണ് ആദ്യം ഈ ഒരു BJP നേതൃത്വത്തോട് ഇടഞ്ഞു നിന്നിരുന്നത്. ഏതാനും നാളുകൾക്ക് മുമ്പ് LDFന്റെ ഒരു പ്രതിഷേധ പരിപാടിയിൽ BJP കൗൺസിലറായിട്ടുള്ള KV പ്രഭ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അന്ന് ഒരുപക്ഷെ KV പ്രഭ LDFിലേക്ക് പോകും എന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷെ അന്ന് തന്നെ KV പ്രഭ വ്യക്തമാക്കിയിരുന്നു താൻ ഒരു മുന്നണിയിലേക്കും BJP വിട്ട് പോകുന്നില്ല എന്നുള്ളത്. ഏതായാലും ഇന്ന് KV പ്രഭയുടെ വോട്ട് ഉറപ്പിക്കാൻ BJP നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഘടകം. ഇന്ന് BJPയിലെ 18 കൗൺസിലർമാരും ഒരു ട്രാവലറിലാണ് പന്തളം നഗരസഭ. സ്വതന്ത്രനായ അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ ഉണ്ണിത്താന്റെ പിന്തുണ കൂടി ഉറപ്പിച്ചതോടുകൂടിയാണ് 19 എന്ന നമ്പറിലേക്ക് എത്താൻ കഴിഞ്ഞത്. കൃത്യമായ വിജയം ഉറപ്പാക്കാൻ കഴിഞ്ഞത്. ഇനി 2 മണിക്കാണ് ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.